ഇവിടെ രണ്ടാമതിരിക്കുന്നത് ഇത് നല്ല പരുവമായിരിക്കും. വരട്ടെ നമ്മളെടുത്താലും പൊട്ടിപ്പോയെങ്കിലോ. ഇത് മതി, രണ്ടാമതിരിക്കുന്നു. വരട്ടല്ലേ, നമ്മളെടുത്ത പൊട്ടിപ്പോയി. ഇച്ചിരി ചെറുതായാലും മതി, പരന്ന്. ഇതിനെത്ര? പിടിച്ചു. കുറേ നേരം കെട്ടി വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്നുള്ളൂ. നല്ല അടിപൊളി. ഹായ് ഗെയ്സ്, 2 ചട്ടി മേടിച്ച കഥയാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ എൻ്റെ ചട്ടിക്കടയിൽ വന്നു. ഞാൻ ആദ്യം എനിക്ക് വന്നപ്പോൾ തന്നെ ഒരെണ്ണം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനത് കണ്ടു. പിന്നെ നമ്മളതെടുത്ത് എല്ലാം കൂടെ ഉരുട്ടി താഴെ ഇട്ട് പൊട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ അകത്തോട്ട് കയറി അദ്ദേഹം തന്നെ, കടക്കാരൻ തന്നെ എടുത്ത് തന്ന് നല്ല 2 ചട്ടി നോക്കി മേടിച്ചു. അപ്പോൾ എന്തിനാണെന്നോ കണ്ടോ, ചട്ടി ചോറ് ഉണ്ടാക്കുന്ന വീഡിയോകളും ചട്ടിച്ചോറും ഒക്കെ നമ്മൾ കഴിച്ചിട്ടും കണ്ടിട്ടും ഒക്കെ ഇല്ലേ. അപ്പോൾ ഇത് ചട്ടി സദ്യയാണേ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചട്ടിയൊക്കെ മേടിച്ചു കൊണ്ടുവന്നത്. അപ്പം ആദ്യം ചട്ടി വെച്ചു. അതിനകത്ത് വാഴയില വാട്ടി ഒരു ശകലം വെളിച്ചെണ്ണയും തൂത്തിട്ട് അത് ഇറക്കി വെച്ചു. അത് കഴിഞ്ഞ് ആദ്യം ചോറിട്ടു. അതിൻ്റെ മുകളിലായിട്ട് സാമ്പാർ ഒഴിച്ചു. സാമ്പാർ ഇട്ട് ചോറും സാമ്പാറും കൂടെ ഒന്ന് ഇളക്കി വെച്ചു. അതിൻ്റെ പുറത്തായിട്ട് വീണ്ടും അടുത്ത ലെയർ ചോറ്. അത് കഴിഞ്ഞ് പുളിശ്ശേരി ഒഴിച്ച് ഇതേപോലെ ഇളക്കി ആ ഒരു ലെയറാക്കി. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ചോറിട്ടു. ഉണ്ടോ? അപ്പം ഇത് നമ്മൾ ഉച്ചയ്ക്കാണ് എടുത്തത് ഞാൻ. അപ്പോൾ രാത്രിയിൽ കഴിക്കാൻ പറ്റുള്ളൂ. ഉച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ തന്നെയല്ല ഇത് അടച്ച് കെട്ടി കുറച്ച് നേരം വെക്കണം. അതുകൊണ്ട് ഞാൻ പരിപ്പൊഴിച്ചില്ല. അത് കഴിഞ്ഞ് ഏറ്റവും മുകളിലായിട്ട് ആദ്യം തോരൻ വെച്ചു. പിന്നെ അവിയൽ. അത് കഴിഞ്ഞ് പച്ചടി, നല്ല പൈനാപ്പിൾ പച്ചടിയായിരുന്നു. പിന്നെ കിച്ചടി, ഇത് കൂട്ടുകറി. പിന്നെ ഇനി അച്ചാറുകൾ, മാങ്ങ, നാരങ്ങ, ഇഞ്ചി.
ഇങ്ങനെ 3 തരമുള്ള അച്ചാറും അതിൻ്റെ മുകളിലായിട്ട് വെച്ചു. പിന്നെ ഓലനൊക്കെ ഉണ്ടായിരുന്നേ, ഞാൻ ഓലന് അതിനകത്താക്കിയില്ല. ഏറ്റവും മുകളിലായിട്ട് പപ്പടം പൊടിച്ചിട്ടു. ഇത് കെട്ടിക്കഴിഞ്ഞ് പിന്നെ ഇത് കഴിക്കാനെടുക്കുമ്പോഴത്തേക്ക് പപ്പടം തണുത്ത് പോകുമല്ലോ, പിന്നെ ഇത് മുറിക്കാനൊക്കെ പാടായതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് പൊടിച്ചിട്ടു. ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു വാട്ടിയ ഇലയിട്ട് അടച്ച് അത് നല്ല പോലെ കെട്ടി വെച്ചു. ഇനി ഇത് കുറച്ച് സമയം ഇരിക്കണം. എന്നിട്ട് അതിൻ്റെ ആ ഇലയും വെളിച്ചെണ്ണയും കറികളും ചോറും എല്ലാം കൂടെ ഒന്ന് സെറ്റായി വരണം. അതിന് വേണ്ടിയിട്ട് അടച്ച് കെട്ടി കുറച്ച് സമയം വെച്ചിട്ട് വേണം നമുക്കിത് കഴിക്കാൻ. അപ്പോൾ ഇത് തുറക്കുമ്പോൾ നല്ല അടിപൊളി മണമായിരിക്കും. ഇതിങ്ങനെ ഇതെല്ലാം കൂടെ അടച്ച് കെട്ടുന്ന സമയമായപ്പോഴത്തേക്ക് തന്നെ എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മണമായിരുന്നേ. നല്ല ചൂട് കുത്തരി ചോറും ധാരാളം വെളിച്ചെണ്ണ ഒഴിച്ച അവിയലും ഇഞ്ചിക്കറിയും ക്യാബേജ് തോരനും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും നല്ല അടിപൊളി മണമായിരുന്നു. അങ്ങനെ ഞാനിതെല്ലാം കെട്ടി സെറ്റാക്കി. കണ്ടോ, അങ്ങനെ ഞാൻ എൻ്റെ ചട്ടിയിൽ സദ്യ എല്ലാം റെഡിയാക്കി. അപ്പോൾ എനിക്ക് ഇത്രയും നേരം വീഡിയോ എടുത്തു തന്നത് ബിന്ദുവാണേ. അപ്പോൾ ഇനി അവളെ കൊണ്ടൊരു ഫോട്ടോ എടുക്കണ്ടേ. അങ്ങനെ ഞാൻ ചട്ടി സദ്യ അവിടെ കൊടുത്തിട്ട് ഞാൻ കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. അപ്പം ഇനി ഇതിന് ഒരു ചെറിയ ഉഡായിപ്പുണ്ട് കേട്ടോ, അതിൻ്റെ കഥ ഞാൻ പറയാം. അങ്ങനെ ഞാൻ ആ ചട്ടിച്ചോറ് ഇത് സന്ധ്യയ്ക്ക് രാത്രിയിൽ കഴിക്കാനായിട്ട് എടുത്തു. അപ്പോൾ കുറേ സമയം ആയല്ലോ, ഏകദേശം ഒരു 3 മണിക്കൂറോളം ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതിൻ്റെ കഴിക്കാൻ വേണ്ടിയിട്ട് പൊതി അഴിക്കുവാണ്. നല്ല മണം വന്നിട്ടുണ്ട് കേട്ടോ. അത് പൊതി അഴിച്ചു. ഇപ്പോൾ കാണാനുണ്ടോ അതിൻ്റെ മുകളിൽ ആ പപ്പടവും അവിയലും തോരനും കിച്ചടിയും പച്ചടി അച്ചാറും പുളിശ്ശേരി സാമ്പാറും എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള ചട്ടിയിലെ സദ്യ. അപ്പോൾ ചട്ടിച്ചോറ് നമ്മൾ കഴിച്ചിട്ടുണ്ട്. അതിൽ ഇതേപോലെയൊക്കെ കുറച്ച് കറികളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സദ്യ, ചട്ടിയിൽ സദ്യ. അപ്പോൾ ഇത് ഞാൻ അപ്പൂന് വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് സെറ്റാക്കി എടുത്തത്. എന്നിട്ട് വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവന് കഴിക്കാനായിട്ട് കൊടുത്തു. അപ്പോൾ അവന് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇങ്ങനെ വീഡിയോയിലൊന്നും വരാനും ക്യാമറയ്ക്ക് മുന്നിൽ വരാനൊന്നും താല്പര്യമില്ല, എൻ്റെ മുഖം വരരുതെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ്റെ കൈ മാത്രം വെച്ച് ചോറുണ്ണുന്ന വീഡിയോ മാത്രം എടുത്ത് ഞാൻ സംതൃപ്തി അടഞ്ഞു. കണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ആശാൻ വീഡിയോയിൽ വരാനുള്ള മടിയാണെന്നേ ഉള്ളൂ, ബാക്കി ആഹാരം കഴിക്കുന്നതിനും എൻ്റെ അഭിപ്രായം പറയുന്നതിനൊന്നും മടിയില്ലല്ലോ. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയ്ക്ക് കൊണ്ടുവരാൻ തോന്നിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഇതിൻ്റെ കഥ പറയാം. അപ്പോൾ ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു, ഇങ്ങനെ ചട്ടിയിൽ എല്ലാവരും ചട്ടിച്ചോറൊക്കെ ആക്കുന്ന കണ്ടിട്ടുണ്ട്, എന്നാൽ ചട്ടിയിലൊരു വിഭവസമൃദ്ധമായ സദ്യ തന്നെ ആക്കിക്കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ പാമ്പാടിയിൽ നിന്ന് വരുന്ന വഴി നമ്മുടെ മാന്നാറുള്ള ഒരു ചട്ടിയൊക്കെ ഉള്ള ചട്ടിയും പിന്നെ മൺകലവും ഒക്കെ കിട്ടുന്ന ഒരു കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി, നിങ്ങളാദ്യം കണ്ടല്ലോ കടയുടെ വീഡിയോ. അപ്പോൾ അവിടെയാണ് കയറിയത്. എന്നിട്ട് നല്ല ചട്ടി നോക്കി മേടിച്ചു. 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഒന്നെനിക്ക് ദിവസം വീട്ടിലും കറികളൊക്കെ വയ്ക്കാമല്ലോ, പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്ന് കരുതി ഞാൻ 2 ചട്ടി മേടിച്ചു. വലിയ വിലയൊന്നുമില്ല കേട്ടോ, 50 രൂപ 60 രൂപ 70 രൂപ അങ്ങനെയൊക്കെ പല വിലയുള്ള പല വലിപ്പത്തിലുള്ള നല്ല നല്ല ചട്ടികളും കലങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ ഒരുപാട് സാധനങ്ങളും ഉണ്ട്. അങ്ങനെ ഞാൻ ചട്ടി കൂടാതെ വേറെയും കുറേ സാധനങ്ങൾ മേടിച്ചു. അപ്പം നമുക്കിപ്പോൾ ചട്ടിയാണ് ആവശ്യം, അതുകൊണ്ട് അതിൻ്റെ വീഡിയോ മാത്രം കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. കണ്ടോ, ഞാൻ അറിയാതെ എന്നിട്ട് അവനറിയാതെ അവൻ്റെ ഒരു ചെറിയ മുഖത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ നല്ല അടിപൊളി ചട്ടി സദ്യ. അപ്പോൾ ഇനി ഇതാണ് ഉഡായിപ്പിൻ്റെ കഥ. ഞാൻ ചട്ടി സദ്യ ഒരുക്കാൻ വേണ്ടി കുറേ ദിവസം കൊണ്ട് വിചാരിച്ചപ്പം നമ്മളെന്തായാലും വീട്ടിൽ ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കി നമുക്ക് ചട്ടിയിൽ സദ്യ എടുക്കുക എന്ന് പറയുന്നത് ഉടനെയൊന്നും നടക്കുന്ന കാര്യമല്ല. അത് കാരണം ഞാൻ സന്ദീപിൻ്റെ വേളിയുടെ വീഡിയോ ഇട്ടിരുന്നല്ലോ, അയിനിയൂണിൻ്റെ അന്ന് ഞാൻ അവിടെ ചെന്ന ചേച്ചിമാർ നല്ല സഹകരണമായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം ഞാൻ അവരോടങ്ങനെ അനുവാദമൊക്കെ മേടിച്ച് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഞാനിങ്ങനെ ചട്ടിയിൽ സദ്യയുടെ വീഡിയോ എടുക്കുന്നുണ്ട് എന്നൊക്കെ കേട്ടോ. അങ്ങനെയാണ് ഞാനതിൻ്റെ ഒരറ്റത്ത് എല്ലാവരും ഉണ്ടോണ്ടിരുന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായിരുന്നു, അവരുടെ ഇലയിലല്ല. ഇവളെന്തോ ഈ ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും. അങ്ങനെ ഞാൻ ഈ വിളമ്പുന്നവർക്ക് അറിയാമായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞാൻ ഓരോ സാധനവും എടുത്ത് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് അവരടുത്ത സാധനം എടുത്ത് തരുമായിരുന്നു. അങ്ങനെ അവർ എല്ലാ സാധനങ്ങളും എനിക്ക് എടുത്തു തന്നു. അങ്ങനെ ഞാൻ ചുളുവിലൊരു ചട്ടി സദ്യ ഒപ്പിച്ചു.